ആദ്യമായി തന്നെ എല്ലാ ബേത്ലഹേം ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ രക്ഷകൻ്റെ നാമം. ഈ പ്രസൻറ്റേഷൻ ഞാൻ ജനാബ് എം അക്ബറിനെ ഒരു ക്രിസ്മസ് സമ്മാനമായി അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരു ക്രിസ്തീയ യുവാവ് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ യുവാവ് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ചുരുക്കം ഇതാണ്: ക്രിസ്ത്യാനികളായ ഞങ്ങൾ യേശുവിനെ രക്ഷകനായിട്ടാണ് കാണുന്നത്, എന്നാൽ ഖുറാനിലെ ഈസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതേപ്പറ്റി എം അക്ബറിൻ്റെ അഭിപ്രായം അറിയാനാണ് യുവാവ് ചോദിക്കുന്നത്. യുവാവിൻ്റെ ചോദ്യവും അക്ബർ സാഹിബിൻ്റെ ഉത്തരവും നമുക്ക് കേൾക്കാം. അല്പം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ പൂർണ്ണമായി കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. യേശു എന്ന് പറയുന്ന രക്ഷകനായ ദൈവപുത്രൻ എന്ന് ക്രൈസ്തവ ലോകം മുഴുവൻ വിശ്വസിക്കുന്ന സത്യദൈവത്തിന്റെ ഏകപുത്രനായ അതേ യേശു ക്രിസ്തുവിനെയാണോ വിശുദ്ധ ഖുറാൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുറാനിൽ ഈസാ നബി എന്ന് പറയുന്നത്? എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. ആണ് എന്നാണ് പ്രിയ സ്നേഹിതൻ ഇവിടെ സമർത്ഥിക്കുന്നത് എങ്കിൽ ഈ ഈസാ നബി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അങ്ങ് പറഞ്ഞു തരണം. കാരണം യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈസാ നബി എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്ന ആകണം. ജീസസ് എന്ന വാക്കിന്റെ അർത്ഥവും സേവ്യർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈസ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരണം. യഥാർത്ഥത്തിൽ നിധിൻ ആരോ പറഞ്ഞു കൊടുത്തത് ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ യേശു എന്ന പദത്തിന്, യേശു എന്ന ശബ്ദത്തിന് ഹീബ്രുവിലാണ് എൻ്റെ സുഹൃത്ത് ഉദ്ദേശിക്കുന്നതെങ്കിൽ യേശു എന്ന ശബ്ദത്തിന് രക്ഷകൻ എന്നൊരർത്ഥമില്ല. ഇനി അരാമിക്കിലാണ് സുഹൃത്ത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അരാമിക് പദത്തിലും യേശു എന്നൊരു പദത്തിന് രക്ഷകൻ എന്ന അർത്ഥമില്ല. ഇനി യേശു എന്ന പദം എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയതനുസരിച്ച് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച മറിയമിന്റെ പുത്രനെ ആ സമൂഹം വിളിച്ച പേരാണ് എന്നാണ് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അത് ശരിയല്ല. ജനാബ് എം അക്ബർ നടത്തിയ ദീർഘമായ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് യേശുവിൻ്റെ നാമത്തെപ്പറ്റി ആധികാരികമായ രേഖകൾ ഒന്നും ഇല്ല എന്നാണ്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, എം അക്ബറിന് അറിയാത്ത കാര്യങ്ങൾക്ക് ഒന്നിനും ലോകത്തെങ്ങും രേഖയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയാണ്. ഈ പതിവ് ശൈലിക്ക് കൃത്യമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് ഞാൻ കൊടുക്കുമ്പോൾ അരമായ, ഹീബ്രു, ഗ്രീക്ക് ഭാഷകളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും പുരാതനമായ 2 ഭാഷകളെ പറ്റി അല്പം അറിവ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ആദ്യമായി അരമായ ഭാഷ. BC 11-ാം നൂറ്റാണ്ടിൽ ഈ ഭാഷ രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. അരമായറാണ് ഇതിന് രൂപം കൊടുത്തത്. BC 911-നും 605-നും ഇടയിലെ അസീറിയൻ സാമ്രാജ്യത്തിലും പിന്നീട് BC 605-നും 539-നും ഇടയിലെ ബാബിലോൺ സാമ്രാജ്യത്തിലും ഈ ഭാഷ വ്യാപകമായി. ഇന്ന് ക്ലാസിക്കൽ സുറിയാനിയാണ് അരമായ ഭാഷയായി അറിയപ്പെടുന്നത്. ഈ ഭാഷയ്ക്ക് പല ലിപികളുണ്ട്. ഇന്ന് ഹീബ്രു ബൈബിളിൽ കാണുന്ന ചതുരാക്ഷരങ്ങൾ അരമായ ഭാഷയിൽ നിന്നും എടുത്തതാണ്. അരമായ ഭാഷ തന്നെയായ സുറിയാനി തള്ളിപ്പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഹീബ്രുവും അന്യമാകും എന്ന് ഓർത്തിരിക്കുക. ഹീബ്രു ഭാഷ ഇപ്പോഴും ലോകത്തിൽ സംസാരിക്കുന്ന അതിപുരാതനമായ കാനനേറ്റ് ഭാഷയാണ് ഹീബ്രു. ഇതിൻ്റെ ഉത്ഭവം BC 10-ാം നൂറ്റാണ്ടിനോട് അടുത്താണ്. BC 5-ാം നൂറ്റാണ്ടോടുകൂടി ബാബിലോൺ പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്നവരുടെ സ്വാധീനത്തിൽ അരമായ ലിപിയും ഭാഷയും ഹീബ്രുവിനെ വളരെയധികം സ്വാധീനിച്ചു. BC 200-ഓടുകൂടി ഹീബ്രു ഒരു സംസാര ഭാഷ അല്ലാതാവുകയും പുരോഹിത ഭാഷയായി ചുരുങ്ങുകയും ചെയ്തു. എലിയേസർ ബെൻ യഹൂദ എന്ന റഷ്യൻ യഹൂദ പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ AD 19-ാം നൂറ്റാണ്ടിൽ
ഹീബ്രു വീണ്ടും സംസാര ഭാഷയായി ഉയർത്തപ്പെട്ടു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഭാഷയാണ്. അതിപുരാതനമായി നമ്മുടെ രക്ഷകൻ്റെ നാമം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ അത് ഈശോ എന്ന നാമമാണ്. ഇതേപ്പറ്റി ഒരു ഗവേഷണം നടത്തിയ വ്യക്തിയാണ് ജോസഫ് ടി റിച്ചാർഡ്സൺ. ഇദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. 2012 അദ്ദേഹം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ഈ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ രക്ഷകൻ്റെ നാമത്തെപ്പറ്റി അദ്ദേഹം ഗവേഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ ഗവേഷണം lonelypilgrim.com എന്ന സൈറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്, സുറിയാനി ക്രിസ്ത്യാനികൾ 1-ാം നൂറ്റാണ്ട് മുതൽ ആരാധന നടത്തിയിരുന്നത് അരമായ ഭാഷയിലാണ്. അവർ യശുവ എന്ന പദം ഈശോ എന്നാണ് ഉച്ചരിക്കുന്നത്. ഇദ്ദേഹം ഇനിയും ഒരു സുറിയാനി ക്രിസ്ത്യാനിയോ വല്ലോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അദ്ദേഹം ലത്തീൻ സഭയിലെ അംഗമാണ്. പെന്തക്കോസ്ത് വിഭാഗത്തിലായിരുന്നു, ലത്തീൻ സഭയിലെ അംഗമായി. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ച കാര്യം നമ്മുടെ രക്ഷകൻ്റെ അതിപുരാതനമായ നാമം ഈശോ എന്നാണെന്നാണ്. ഇനിയും നാമങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം ഒരാളെ ഒരു പുതിയ തുടക്കം കുറിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം അവൻ്റെ പേരിൽ മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അരമായനായിരുന്ന അബ്രാമിനെ ദൈവം ഒരു പുതിയ ജനതയ്ക്ക് തുടക്കം കുറിക്കുവാൻ വിളിച്ചപ്പോൾ ആദ്യമായി ചെയ്തത് അബ്രാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാറായുടെയും പേരിൽ മാറ്റമുണ്ടാക്കിയെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 5-15 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ പറ്റും. അവരുടെ രണ്ടുപേരുടെയും പേരിനോടുകൂടി അദ്ദേഹം ഒരക്ഷരം കൂട്ടിച്ചേർത്തു, ഹ എന്ന അക്ഷരം. ഈ ഹ എന്ന ഹീബ്രു അക്ഷരത്തിന് മറ്റെല്ലാ ഹീബ്രു അക്ഷരങ്ങൾക്കുള്ളതുപോലെ മിസ്റ്റിക്കൽ മീനിങ് അല്ലെങ്കിൽ നിഗൂഢമായ അർത്ഥമുണ്ട്. ഹ എന്ന അക്ഷരം ദാലത്ത് യോദ് എന്ന 2 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ്. ദാലത്ത് എന്ന അക്ഷരത്തിന് തകർന്ന മനുഷ്യൻ എന്ന നിഗൂഢ അർത്ഥമാണെങ്കിൽ യോദിന് കൈ, ദൈവിക സാന്നിധ്യം എന്നർത്ഥമാണ്. അപ്പോൾ ഇവ രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ ഹ എന്ന അക്ഷരത്തിന് തകർന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന അർത്ഥമാണ്. ചുരുക്കത്തിൽ അബ്രാഹം സാറായും ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികളായി മാറി. ഇത് പിൽക്കാലത്ത് പ്രവാചകനിലൂടെ സംസാരിച്ച ഒരു വാക്യത്തിൻ്റെ മുന്നാസ്വാദനമായിരുന്നു. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, യെശയ്യാ 7:14. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന വാക്യത്തിൻ്റെയും മുന്നാസ്വാദനമാണ്. ഇങ്ങനെ ഉള്ള പേരുമാറ്റം നമ്മൾ വീണ്ടും കാണും. കാനാൻ ദേശം ആദ്യമായി കാണാൻ പോകുന്ന വ്യക്തി ആണ് യോശുവ. അതും ഒരു പേരുമാറ്റത്തിലൂടെ ഉണ്ടായ പേരാണ്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം, എഫ്രൈം ഗോത്രത്തിൽ നിന്നും നൂനിൻ്റെ മകൻ ഹോഷയ. നൂനിൻ്റെ മകൻ്റെ പേര് ഹോഷയ എന്നായിരുന്നു. ഈ ഹോഷയായെ മോശ വിളിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യം, ദേശം ഉറ്റുനോക്കാൻ മോശ അയച്ചവരാണ് ഇവർ. നൂനിൻ്റെ മകൻ ഹോഷയായ്ക്ക് മോശ യോശുവ എന്ന് പേര് കൊടുത്തു. ഈ ജോഷുവ എന്ന വാക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. ഹീബ്രുവിൽ ഈ ഹോഷയായുടെ വാക്കിനും ഉണ്ടായ മാറ്റം യഹോശുവ എന്നാണ്. യഹോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം യാഹ്വേ രക്ഷ ആകുന്നു എന്നാണ്. ഇത് നൂനിൻ്റെ മകൻ്റെ പേരായിട്ട് ബൈബിളിൽ ഉടനീളം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ജോഷുവ എന്ന പേര് നമുക്ക് മൂലഭാഷകളിൽ ഒന്നും കാണുകയില്ല. ഹീബ്രുവിൽ യഹോശുവ എന്ന വാക്ക് 193 വാക്യങ്ങളിൽ 209 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീക്കിൽ യേസൂസ് എന്നും ലത്തീനിൽ യോശുവ അല്ലെങ്കിൽ ജേസൂസ് എന്നും ഇംഗ്ലീഷിൽ യോശുവ എന്ന് ഉപയോഗിക്കുന്നു. ഹീബ്രു, ഗ്രീക്ക്,
ലത്തീനിൽ യോശുവ എന്ന് ഉപയോഗിക്കുന്നില്ല. ഇനിയും ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിൽ പോയി തിരികെ വരുമ്പോൾ അവർ അവിടെ നിന്നും അരമായ ഭാഷ അഭ്യസിച്ചിട്ടാണ് വരുന്നത്. 60 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ പോയവരുടെ 2-3 തലമുറയാണ് തിരികെ വരുന്നത്. പ്രത്യേകിച്ച് 3-ാം തലമുറ ചെറുപ്പക്കാരാണ്. അവിടുത്തെ ഭാഷയിൽ മാത്രം അഭ്യസിച്ചു വന്നവരാണ്. അവരുടെ വരവിന് ശേഷം ഹീബ്രു ഭാഷയിലേക്ക് അരമായ ഭാഷയുടെ സ്വാധീനം വളരെയധികം ഉണ്ടാകുന്നു. അതിനുശേഷം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് എസ്ര, നെഹമ്യ ഗ്രന്ഥങ്ങൾ. അപ്പം നെഹമ്യയുടെ പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരമാണ്: പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷിച്ചു. കാരണം നൂനിൻ്റെ പുത്രൻ യോശുവയുടെ കാലം മുതൽ അന്ന് വരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല. നമ്മൾ കണ്ടു 200-ലധികം പ്രാവശ്യം യഹോശുവ എന്ന വാക്കാണ് നൂനിൻ്റെ മകന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ അവരുപയോഗിക്കുന്ന വാക്ക് യേശുവ എന്നാണ്. പലപ്പോഴും ഹീബ്രു ഭാഷ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ ഇതേപ്പറ്റി അഭിപ്രായം പ്രകടിക്കുമ്പോൾ യഹോശുവ എന്ന വാക്കിൻ്റെ ചുരുക്കരൂപമാണ് യശുവ എന്ന് പറയാറുണ്ട്. എന്നാൽ അരമായ ഹീബ്രു ഭാഷകൾ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ യശുവ എന്നുള്ളത് യഹോശുവ എന്ന വാക്കല്ല, അതിൻ്റെ ചുരുക്കരൂപമല്ല, ഇത് മറ്റൊരു വാക്കാണെന്ന് മനസ്സിലാകും. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഈ യഹോശുവ എന്ന വാക്കിൻ്റെ അക്ഷരങ്ങൾ യോദ്, ഷീൻ, വാവ്, എയിൻ, യ, ഷ, വ, ആ എന്നാണ്. ഇതേ 4 അക്ഷരങ്ങളുള്ള ഒരു അരമായ വാക്ക് ആണ് ഈശോ. യോദ്, ഷീൻ, വാവ്, എയിൻ, യ, ഷ, വ, ആ. ഈശോ എന്ന വാക്കിന് അരമായ ഭാഷയിൽ രക്ഷകൻ എന്നാണ് അർത്ഥം. ഈ ഈശോ എന്ന വാക്കിൻ്റെ കൃത്യമായ അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഹീബ്രു വാക്കാണ് യേശുവ. സ്വരമാത്രകളിലുള്ള വ്യത്യാസം മാത്രമാണ്. സ്വരമാത്രകൾ അരമായ ഭാഷകളിലേക്ക് വരുന്നത്, അറബിയിലേക്ക് ഉൾപ്പെടെ വരുന്നത് 8 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകളാണ്, AD യിലാണ്. പഴയ നിയമകാലത്ത് ആദിമ ക്രൈസ്തവ നൂറ്റാണ്ടുകളിലെ ഒന്നും അരമായ, ഹീബ്രു, അറബി ഭാഷകൾക്കൊന്നും സ്വരമാത്രകൾ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ യശുവ എന്ന പദം ബൈബിളിൽ ജോഷുവയ്ക്ക് വേണ്ടി 1 പ്രാവശ്യവും യശുവ എന്ന മറ്റ് വ്യക്തികൾക്ക് വേണ്ടി 30 പ്രാവശ്യവും ഉപയോഗിക്കുന്നുണ്ട്. ഇനി അരമായ ഭാഷയുമായിട്ട് ബാബിലോണിൽ നിന്ന് ജനങ്ങൾ തിരികെ ഇസ്രായേലിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ ഒരു പ്രത്യേക അവസ്ഥയാണ്. അരമായ ലിപിയിൽ അവർ അരമായ ഭാഷയും എഴുതിയിരുന്നു, അരമായ ലിപിയിൽ ഹീബ്രുവും എഴുതിയിരുന്നു. കേരളത്തിലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു. തുഞ്ചത്ത് എഴുത്തച്ഛന് മുമ്പ് തമിഴ് ലിപികൾ ഉപയോഗിച്ചായിരുന്നു മലയാളം എഴുതിയിരുന്നത്. അതുപോലെ തന്നെ തമിഴ് ലിപി ഉപയോഗിച്ച് തമിഴ് ഭാഷയും എഴുതിയിരുന്നു. ആ കാലയളവിൽ അരമായ ഭാഷ പഴയ നിയമഗ്രന്ഥങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചിരുന്നു. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 6-ാം അധ്യായം 18 വരെയുള്ള വാക്യങ്ങൾ, 7-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, 67 വാക്യങ്ങൾ. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം മുതൽ 7-ാം അധ്യായത്തിൻ്റെ 28 വരെയുള്ള 200 വാക്യങ്ങൾ. ജെറമ്യായുടെ പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യം. ഇവയെല്ലാം അരമായ ഭാഷയിൽ എഴുതിയിരുന്നതാണ്. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. പേർഷ്യ രാജാവായ അർത്താക്സർക്സിൻ്റെ കാലത്തും ബിഷ്ലാം, മിത്രാദ്, താബേൽ എന്നിവരും അനുയായികളും രാജാവിനെഴുതി. കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത്. വിവർത്തനവും ഉണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത്, ദി ലെറ്റർ വാസ് റിട്ടൺ ഇൻ ദി അരാമിക് സ്ക്രിപ്റ്റ് ആൻഡ് സെറ്റ് ഫോർത്ത് ഇൻ ദി അരാമൈക് ലാംഗ്വേജ്.
അരമായ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അരമായ ഭാഷയിൽ എഴുതിയെന്നാണ്. ഇനിയും ഈ ജോഷുവ, രക്ഷ, യശുവ എന്ന നാമങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഏതാണ്ട് സമാനമായ അർത്ഥം ഉള്ള വാക്യങ്ങൾ. സംഖ്യയുടെ പുസ്തകം 13:16 യഹോശുവ എന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട്. ഈ യഹോശുവ എന്ന വാക്ക് 193 വാക്യങ്ങളിൽ 209 പ്രാവശ്യമുണ്ട്. എന്നാൽ ഉൽപ്പത്തി മുതലുള്ള മറ്റൊരു വാക്കാണ് യശുവ. ഈ വാക്കിന് 5 അക്ഷരങ്ങളുണ്ട്. അവസാനത്തെ അക്ഷരം ഹായാണ്, അതുകൊണ്ട് അത് ഉച്ചരിക്കുകയില്ല. ഈ വാക്കിൻ്റെ 4 വ്യത്യസ്ത രൂപങ്ങൾ ബൈബിളിൽ ഉണ്ട്. ആ വാക്ക് യശുവ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ എന്നാണ്. അത് 80 പ്രാവശ്യം ഉപയോഗിച്ചു. എന്നാൽ എസ്ര 2:2 മുതൽ ഈ യശുവ എന്ന വാക്കിൻ്റെ മറ്റൊരു രൂപം, അവസാനത്തെ ഹാ ഇല്ലാത്ത രൂപം ഉപയോഗിക്കുന്നു. അത് വ്യക്തിനാമമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യശുവ എന്ന വ്യക്തിനാമമായിട്ട് 30 പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും. നെഹെമ്യയുടെ പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇതേ യശുവ എന്ന വാക്ക് 1 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അത് നൂനിൻ്റെ മകൻ യോശുവയെ പറ്റി പറയുവാനാണ്. ഇനിയും എവിടെയൊക്കെയാണ് യേശുവ എന്ന വാക്ക് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണുവാൻ ഈ ടേബിൾ നോക്കാം. 193 വാക്യങ്ങളിൽ 209 പ്രാവശ്യം അത് കൊടുത്തിരിക്കുന്നു. ഇനിയും യശുവ എന്ന വാക്ക് രക്ഷ എന്ന അർത്ഥമുള്ള ഒരു വാക്ക്, അത് 39 വാക്യങ്ങളിൽ 40 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. യശ എന്ന മറ്റൊരു രൂപം രക്ഷ എന്ന അർത്ഥം 25 വാക്യങ്ങളിൽ 26 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ഇനിയും തെഷുവ അർത്ഥം രക്ഷ എന്ന് തന്നെ, അത് 12 വാക്യങ്ങളിൽ 13 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. മോശ ആ എന്ന വാക്ക് അർത്ഥം രക്ഷ സങ്കീർത്തനം 68:20 1 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ രക്ഷ എന്ന വാക്ക് 80 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. യേശുവ എന്ന രീതിയിൽ 40 പ്രാവശ്യം, യഷ എന്ന് 26 പ്രാവശ്യം, തെഷുവ എന്ന് 13 പ്രാവശ്യം, മോശ ആ എന്ന് 1 പ്രാവശ്യം. ഈ വാക്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് അക്ബർ സാഹിബ് ആരോപിക്കുമ്പോൾ ഈ വാക്കുകൾ എല്ലാം എപ്രകാരമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടുവരികയാണ്. ഇനിയും ഞാൻ പറഞ്ഞു, ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് വന്നവർ ഈശോ എന്ന വാക്കുകൊണ്ടുവന്നു. ആ വാക്കിന് രക്ഷകൻ എന്ന അർത്ഥമാണ് ഉണ്ടായിരുന്നത്. ആ പദത്തിൻ്റെ ലിപ്യന്തരമാണ് യേശുവ എന്ന ഹീബ്രു നാമം. ഈ നാമം പുല്ലിംഗമാണ്. പുല്ലിംഗ രൂപത്തിൽ ഈ പദം യോശുവ, യശുവ എന്നീ വ്യക്തിനാമമായി ബൈബിളിൽ കൊടുത്തിരിക്കുന്നു. അത് എസ്രയുടെ പുസ്തകത്തിൽ 11 പ്രാവശ്യം, നെഹെമ്യയുടെ പുസ്തകത്തിൽ 17 പ്രാവശ്യം, 1 ദിനാവൃത്താന്തത്തിൽ 1 പ്രാവശ്യം, 2 ദിനാവൃത്തത്തിൽ 1 പ്രാവശ്യം, അങ്ങനെ യശുവ എന്ന വാക്ക് 30 പ്രാവശ്യം ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. നെഹെമ്യയുടെ പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ യോശുവ എന്ന അർത്ഥത്തിൽ 1 പ്രാവശ്യം യശുവ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ഇനിയും ഹീബ്രുവിൽ തന്നെ ഈശോ എന്ന് ഉച്ചാരണം വരുന്ന 2 വാക്യങ്ങളുണ്ട്. സങ്കീർത്തനം 24:5 85:9. ഈ വാക്കിൻ്റെ അർത്ഥം അവൻ്റെ രക്ഷ എന്നാണ്. സങ്കീർത്തനം 24:5 അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയുകയും രക്ഷകനായ ദൈവം അവനെ നീതി നടത്തിക്കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഹീബ്രുവിൽ ഈശോ എന്നും ഇംഗ്ലീഷിൽ ഹിസ് സാൽവേഷൻ അവൻ്റെ രക്ഷ എന്നാണ് പരിഭാഷപ്പെടുത്തുക. ഇനി സങ്കീർത്തനം 85:9 അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്, മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. ഇവിടെ ഹീബ്രുവിൽ ഈശോ എന്നും ഇംഗ്ലീഷിൽ അവൻ്റെ ഹിസ് സാൽവേഷൻ അവൻ്റെ രക്ഷ എന്നുമാണ്. ഇനിയും രക്ഷകൻ്റെ നാമം അരമായ ഹീബ്രു മൊഴിമാറ്റം എങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞു, ബാബിലോണിൽ നിന്ന് വന്നവർ ഈശോ എന്ന നാമമാണ് കൊണ്ടുവന്നത്. ആ നാമത്തിന് രക്ഷകൻ എന്നാണ് അർത്ഥം. അതിൻ്റെ അക്ഷരങ്ങൾ യോദ് ഷീൻ വാവ് എയിൻ, യാ ഷാ വാ ആ എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി മുതൽ ഉള്ള യേശുവ എന്ന് ഉച്ചാരണമുള്ള 5 അക്ഷരം ഉള്ള അവസാനം ഹാ വരുന്ന ഒരു വാക്ക്, അതിന് രക്ഷ എന്നാണ് അർത്ഥം. അതിലെ അക്ഷരങ്ങൾ യോദ് ഷീൻ വാവ് എയിൻ ഹ എന്നാണ്.
യ ഷ വ ആ ഹ. ഇതിലെ ഹ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാക്ക് കിട്ടും. അതാണ് യശുവ. ഈ യശുവ എന്ന വാക്ക് വ്യക്തിനാമമായിട്ട് അല്ലെങ്കിൽ രക്ഷകൻ എന്ന അർത്ഥത്തിൽ ആണ് ഉപയോഗിക്കുക. അത് യോശുവ, യശുവ എന്ന വ്യക്തികൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു. അക്ഷരങ്ങൾ യോദ് ഷീൻ വാവ് എയിൻ, യ ഷ വ ആണ്. പഴയ നിയമകാലത്ത് ഹീബ്രു അരമായ വാക്കുകൾക്കൊന്നും സ്വരചിഹ്നങ്ങളില്ലായിരുന്നു. കൺസണൻസ് മാത്രമാണ് എഴുതിയിരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയും പൗരസ്ത്യ നാമങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? നമ്മുടെ രക്ഷകൻ്റെ പൗരസ്ത്യ നാമങ്ങൾ ഈശോ എന്ന വാക്കിൽ നിന്ന്, അത് പൗരസ്ത്യ സുറിയാനിയുടെ ആദ്യ രൂപമായിരുന്നു, സ്വരചിഹ്നങ്ങളില്ലായിരുന്നു. പിന്നീട് സ്വരചിഹ്നമുണ്ടായപ്പോൾ അത് ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി ഈശോ എന്നായി. എന്നാൽ അതിൽ നിന്നൊക്കെ പിൽക്കാലത്ത് വികസിതമായ, ജെറുസലേം കേന്ദ്രീകരിച്ച് വികസിതമായ സുറിയാനിയാണ് പാശ്ചാത്യ സുറിയാനി. പാശ്ചാത്യ സുറിയാനി ഹീബ്രു യശുവ എന്ന നാമത്തോട് കൂടുതൽ താദാമ്യം പ്രാപിച്ചുകൊണ്ട് യേശു എന്ന നാമത്തിന് രൂപം കൊടുത്തു. അറബി ബൈബിളിൽ യശുവ എന്ന നാമമാണുള്ളത്. ഇവിടെ ഷായ്ക്ക് പകരം സ ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റ് അക്ഷരങ്ങളെല്ലാം സെയിമാണ്. അറബിയിൽ അക്ഷരങ്ങൾ യ, സ, വ ആണ്. എന്നാൽ അറബി ഖുറാനിലെ ഈസ എന്ന പദത്തിന് വ്യക്തമായ അർത്ഥമൊന്നുമില്ല. ചിലർ വളരെ മ്ലേച്ഛമായ ഒരു അർത്ഥം പറയുന്നുണ്ട്. ഞാനത് ഇവിടെ ഉച്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈസ എന്ന പദത്തിൻ്റെ വാക്കുകൾ ആ, യ, സ ആണ്. ഇത് യ, ഷ, വ, ആ എന്ന അരമായ ഹീബ്രു നാമങ്ങളിലുള്ള അക്ഷരങ്ങളുമായി യാതൊരു താരതമ്യവുമില്ല. എന്നാൽ ഗ്രീക്ക് നാമം നമ്മുടെ സാഹിബ് പറഞ്ഞു ആദ്യമുണ്ടായ ഗ്രീക്ക് നാമമാണ്. അതിൽ നിന്ന് പിന്നെ അതിൻ്റെ അർത്ഥം വരുന്ന ഏതാണ്ട് നാമങ്ങളൊക്കെ കണ്ടുപിടിച്ചാണെന്ന് പറഞ്ഞു. ഗ്രീക്ക് നാമത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. മിലാൻ എഡിക്റ്റിന് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ക്രൈസ്തവ സഭയും തമ്മിൽ അനുരഞ്ജനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആരാധിച്ചിരുന്ന സേയൂസ് എന്ന ഗ്രീക്ക് ദേവൻ്റെ പേരിൻ്റെ അവസാനം യശുവ എന്ന പേരിനോട് ചേർത്താണ് യേശൂസ് എന്ന പേരുണ്ടായതെന്ന്. ഇത് ഈ ഹീബ്രുവോ ഗ്രീക്കോ അറമായോ ഒന്നും അറിയാത്ത ആൾക്കാർക്കുടെ ഇടയിൽ പറഞ്ഞാൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു പ്രസ്താവനയാണ്. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. കാരണം യശുവ എന്ന നാമം എസ്ര നെഹേമിയ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർത്തത് BC 3-ാം നൂറ്റാണ്ടിന് മുൻപാണ്. മിലാൻ എഡിക്റ്റ് ഉണ്ടാകുന്നത് AD 313-ലാണ്. അപ്പോൾ BC 3-ാം നൂറ്റാണ്ടിന് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ട നാമത്തിൽ നിന്ന് ഗ്രീക്ക് നാമം ഡിറൈവ് ചെയ്യുമ്പോൾ സെയൂസ് ദേവനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. യശുവ എന്ന വാക്ക് അതേപോലെ തന്നെ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഒരു വ്യാകരണ പ്രശ്നമുണ്ട്. അവസാനം എ അല്ലെങ്കിൽ ആൽഫ എന്ന അക്ഷരമാണ് വരിക. ഒരു നാമത്തിൻ്റെ അവസാനത്തിൽ ആ അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ആൽഫ എന്ന അക്ഷരം വന്നാൽ അത് ഗ്രീക്കിൽ സ്ത്രീലിംഗമാവും. അപ്പോൾ അവർ ഈ എ അല്ലെങ്കിൽ ആൽഫ എന്ന അക്ഷരം മാറ്റിയിട്ട് യേസു എന്ന വാക്കിനോട് ഒമിക്രോൺ സിഗ്മ അല്ലെങ്കിൽ OS എന്ന രണ്ടക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തു. ആ രണ്ടക്ഷരങ്ങൾ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് യേശൂസ് എന്ന നാമം ഉണ്ടായത്. ഇതിനിടെ എമ്മബർഗ് സാഹിബ് പറയുന്ന പോലെ യേശു എന്നൊന്നും പറയുന്നതൊന്നുമല്ല ഇത് കൃത്യമായ ഒറിജിനൽ ലിപികളോട്, അരമായ ഹീബ്രു ലിപികളോട് വളരെ താദാമ്യമുള്ള ഗ്രീക്ക് പദമാണിത്. ഇനി പാശ്ചാത്യ ഭാഷകളിൽ എങ്ങനെയാണ് നാമങ്ങൾ വികസിതമായത് എന്ന് നോക്കാം. ഹീബ്രുവിലെ യശുവ എന്ന പദത്തിൽ നിന്ന് ഗ്രീക്കിൽ യേശൂസ് എന്ന പദമുണ്ടായി.
അതിൽ നിന്ന് ജേസൂസ് എന്ന് ഗ്രീക്കുണ്ടായി. ആ ജേസൂസ് നിന്നാണ് ഇംഗ്ലീഷിൽ ജീസസ് എന്ന പദം ഉണ്ടായത്. ഈ എല്ലാ പദങ്ങളും രക്ഷകൻ എന്ന അർത്ഥത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി പേരുമാറ്റത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. അബ്രാമിൻ്റെ പേര് മാറി, ജോഷുവയുടെ പേര് മാറി, രക്ഷ എന്ന വാക്കിനകത്ത് മാറ്റങ്ങൾ വന്നു. ഇതെല്ലാം ഒരു ടാബ്ലർ ഫോമിൽ കൊടുത്തിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. യശുവ എന്ന വാക്ക് അതിൻ്റെ സ്ത്രീലിംഗ രൂപത്തിൽ രക്ഷ എന്ന അർത്ഥത്തിലാണ് എന്ന് പറയും. അതിൻ്റെ ഗ്രീക്ക് പരിഭാഷ യേസൂസ് എന്നല്ല, സോത്തേരിയ എന്നാണ്. ഇംഗ്ലീഷിൽ സാൽവേഷൻ, മലയാളത്തിൽ രക്ഷ എന്നാണ്. യെശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അന്ന് യൂദാ ദേശത്ത് ഈ കീർത്തനം ആലപിക്കും, നമ്മുടെ പ്രബലമായ ഒരു നഗരമുണ്ട്, കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. ഇനി അതിന് ആ യശുവ എന്ന ആ സ്ത്രീലിംഗ രൂപത്തിൽ നിന്നും മാറ്റിയാൽ നമ്മുടെ രക്ഷകൻ്റെ നാമത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന, നെഹെമിയായിൽ ഉപയോഗിക്കുന്ന യശുവ എന്ന 4 അക്ഷരമുള്ള പദം കിട്ടും. ആ പദം വ്യക്തിനാമമാണ്. അത് ഗ്രീക്കിൽ യേസൂസ് എന്നും ഇംഗ്ലീഷിൽ ജഷുവ എന്നും മലയാളത്തിൽ യശുവ എന്നും പരിഭാഷപ്പെടുത്തുന്നു. നെഹെമിയയുടെ പുസ്തകം 7-ാം അധ്യായം 43-ാം വാക്യം, ലേവ്യർ ഹൊദേവ കുടുംബത്തിൽ യശുവയുടെയും കാദ്മലിൻ്റെയും സന്തതികൾ 74. അപ്പോൾ ഇവിടെ ഹീബ്രുവിലെ യശുവ, ഗ്രീക്കിൽ യേസൂസ്, ഇംഗ്ലീഷിൽ ജഷുവ എന്ന് നമുക്ക് കാണുവാൻ പറ്റും. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിന്ന് കാണാം, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇത് എൻ്റെ ഹീബ്രു രൂപത്തിൽ മൊഷിയ എന്നും ഇംഗ്ലീഷിൽ സേവ്യർ എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. സോത്തേർ എന്നുള്ളത് രക്ഷകൻ എന്നുള്ള വാക്ക് സോത്തേരിയ എന്ന പദത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. വീണ്ടും ലൂക്ക 2:30 വരുമ്പോൾ, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ അതിൻ്റെ ഹീബ്രു രൂപത്തിൽ യശ്വാത്തേക്ക എന്നും ഗ്രീക്കിൽ സോത്തേരിയ എന്നും ഇംഗ്ലീഷിൽ സാൽവേഷൻ എന്നുമാണ്. അപ്പോൾ ഇവിടെ ഈ രക്ഷ എന്ന വാക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, രക്ഷകൻ എന്ന വാക്കിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് അരമായ, ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിലൂടെ എങ്ങനെയാണ് പ്രയാണം ചെയ്ത് ഇവിടെ എത്തിയെന്നത്. ഇനിയും യേശു പാപമോചകനാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഈ വാക്യത്തിൻ്റെ ഹീബ്രു രൂപത്തിൽ യശുവ എന്ന ഹീബ്രു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ യേസൂസ്, ഇംഗ്ലീഷിൽ ജീസസ് എന്നാണ്. അവസാനമായിട്ട് അരമായ ഭാഷയിലെ ഒരു ബൈബിൾ വാക്യം, അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ കണ്ട മത്തായി 1:21. അത് അരമായ ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പൗരസ്ത്യ സുറിയാനിയുടെ ക്ലാസിക്കൽ ആൽഫബറ്റിൽ, എസ്ട്രാങ്കൽ ആൽഫബറ്റിലാണ് അരമായ ഭാഷ എഴുതുന്നത്. അതിൻ്റെ പൗരസ്ത്യ സുറിയാനിയിലുള്ള ഒരു ബൈബിളിൽ നിന്നുള്ള ഒരു വാക്യമാണ്. അത് വെള്ളപ്രതലത്തിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. 1950 ഇറാഖിലെ മൊസൂളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സുറിയാനി ബൈബിളിൽ നിന്നാണ് ആ വാക്യത്തിൻ്റെ ചിത്രം ഞാൻ എടുത്തിട്ടുള്ളത്. ആ വാക്യം ഇപ്രകാരമാണ്: തേൽ ദേൻ ബ്ര ഉസക്രേഷ് മേ ഈശോ ഹൂഗേർ നഹേൽ അമ്മേ മിൻ ഹത്താഹൈഹോൻ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം, എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പം പാപമോചകനും രക്ഷകനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഏറ്റവും പുരാതനമായ നാമം ഈശോ എന്നാണ്. അതിൽ നിന്ന് ഹീബ്രുവിൽ ഉണ്ടായ പേരുകൾ നമ്മൾ കണ്ടു. അവസാനമായി ആ 2 ലിസ്റ്റുകളും ഒരിക്കൽ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കാം. ഈശോ എന്ന പൗരസ്ത്യ സുറിയാനി, അതിൽ നിന്ന് ഹീബ്രു യശുവ എന്ന നാമം, പാശ്ചാത്യ സുറിയാനിയിൽ യേശു എന്ന നാമം, അറബിയിൽ യശുവ എന്ന നാമം. എന്നാൽ അറബി ഈസായ്ക്ക് ഇവയൊന്നുമായിട്ട് ബന്ധമില്ല. പാശ്ചാത്യ രീതിയിൽ യശുവ എന്ന ഹീബ്രു പദത്തിൽ നിന്ന്, യേശുസ് എന്ന ഗ്രീക്ക്, ജേസൂസ് എന്ന ലത്തീൻ, ജീസസ് എന്ന ഇംഗ്ലീഷ് പദം. നമ്മുടെ രക്ഷകൻ്റെ നാമം ഹീബ്രു, അരമായ അല്ലെങ്കിൽ സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ, ഇംഗ്ലീഷ്, അറബി ഭാഷകളിൽ എങ്ങനെ വികസിതമായി എന്ന് ആധികാരികമായി നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഈ അവതരണം നടത്തുവാൻ അവസരം ഒരുക്കിത്തന്ന ജനാബ് MM അക്ബറിനെയും കുടുംബത്തെയും കർത്താവായ യേശു മിശിഹ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.